ഏവർക്കും നോളജ് വേ ടു സക്സസിലേക്ക് സ്വാഗതം. LGS പരീക്ഷകളിൽ എപ്പോഴും ആവർത്തിച്ചു വരുന്ന ചില ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലൂടെ നാം പരിചയപ്പെടാൻ പോകുന്നത്. നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഏത് വിഷയത്തിലെ നോബൽ സമ്മാനമാണ് സംഘടനകൾക്കു ലഭിക്കാൻ അർഹതയുള്ളത്? ഓപ്ഷൻ എ സമാധാനം, ഓപ്ഷൻ ബി സാഹിത്യം, ഓപ്ഷൻ സി സാമ്പത്തിക ശാസ്ത്രം, ഓപ്ഷൻ ഡി വൈദ്യശാസ്ത്രം. ആൻസർ ഓപ്ഷൻ എ സമാധാനം. രണ്ടാമത്തെ ചോദ്യം, പ്രഥമ ഇന്ത്യ സയൻസ് അവാർഡ് ജേതാവ്? ഓപ്ഷൻ എ സതീഷ് ധവാൻ, ഓപ്ഷൻ ബി ജി മാധവൻ നായർ, ഓപ്ഷൻ സി പ്രൊഫസർ CNR റാവു, ഓപ്ഷൻ ഡി രാജ രാമണ്ണ. ആൻസർ ഓപ്ഷൻ സി പ്രൊഫസർ CNR റാവു. മൂന്നാമത്തെ ചോദ്യം, ഏത് രാജ്യമാണ് ഊൾഫ് സമ്മാനം നൽകുന്നത്? ഓപ്ഷൻ എ USA, ഓപ്ഷൻ ബി ജപ്പാൻ, ഓപ്ഷൻ സി ബ്രിട്ടൻ, ഓപ്ഷൻ ഡി ഇസ്രായേൽ. ആൻസർ ഓപ്ഷൻ ഡി ഇസ്രായേൽ. നാലാമത്തെ ചോദ്യം, ഭാരതരത്നത്തിന് അർഹനായ ആദ്യ സിനിമാ താരം? ഓപ്ഷൻ എ സത്യജിത് റേ, ഓപ്ഷൻ ബി MG രാമചന്ദ്രൻ, ഓപ്ഷൻ സി അമിതാഭ് ബച്ചൻ, ഓപ്ഷൻ ഡി കമൽ ഹാസൻ. ആൻസർ ഓപ്ഷൻ ഡി കമൽ ഹാസൻ. അഞ്ചാമത്തെ ചോദ്യം, ഏത് നഗരത്തിൽ വച്ചാണ് സമാധാനം ഒഴികെയുള്ള വിഷയങ്ങളിൽ ജേതാക്കൾക്ക് നോബൽ സമ്മാനം നൽകുന്നത്? ഓപ്ഷൻ എ ഓസ്ലോ, ഓപ്ഷൻ ബി ലണ്ടൻ, ഓപ്ഷൻ സി ജനീവ, ഓപ്ഷൻ ഡി സ്റ്റോക്ക്ഹോം. ആൻസർ ഓപ്ഷൻ സി സ്റ്റോക്ക്ഹോം. ആറാമത്തെ ചോദ്യം, ഫിറോസ് ഷാ ഗാന്ധി അവാർഡ് ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ സാഹിത്യം, ഓപ്ഷൻ ബി സ്പോർട്സ്, ഓപ്ഷൻ സി പത്രപ്രവർത്തനം, ഓപ്ഷൻ ഡി സിനിമ. ആൻസർ ഓപ്ഷൻ സി പത്രപ്രവർത്തനം. അടുത്ത ഏഴാമത്തെ ചോദ്യം, ബുക്കർ സമ്മാനത്തിന് അർഹനായ ആദ്യ ഇന്ത്യൻ വംശജൻ? ഓപ്ഷൻ എ അരുന്ധതി റോയ്, ഓപ്ഷൻ ബി VS നൈപ്പോൾ, ഓപ്ഷൻ സി സൽമാൻ റുഷ്ദി, ഓപ്ഷൻ ഡി ഇവരാരുമല്ല. ആൻസർ ഓപ്ഷൻ ബി VS നൈപ്പോൾ. എട്ടാമത്തെ ചോദ്യം, ഏത് വർഷമാണ് ആദ്യമായി നോബൽ സമ്മാനം നൽകിയത്? ഓപ്ഷൻ എ 1900, ഓപ്ഷൻ ബി 1901, ഓപ്ഷൻ സി 1896, ഓപ്ഷൻ ഡി 1895. ആൻസർ ഓപ്ഷൻ ബി 1901. ഒമ്പതാമത്തെ ചോദ്യം, മരണാനന്തര ബഹുമതിയായി ഭാരതരത്നം പ്രഖ്യാപിക്കപ്പെട്ട ആദ്യ വ്യക്തി? ഓപ്ഷൻ എ രാജീവ് ഗാന്ധി, ഓപ്ഷൻ ബി സർദാർ പട്ടേൽ, ഓപ്ഷൻ സി ലാൽ ബഹദൂർ ശാസ്ത്രി, ഓപ്ഷൻ ഡി അരുണ ആസിഫ് അലി. ആൻസർ ഓപ്ഷൻ സി ലാൽ ബഹദൂർ ശാസ്ത്രി. പത്താമത്തെ ചോദ്യം, ഏത് മേഖലയിലാണ് പെൻസിൽ അവാർഡ് സമ്മാനിക്കുന്നത്? ഓപ്ഷൻ എ സ്പോർട്സ്, ഓപ്ഷൻ ബി സിനിമ, ഓപ്ഷൻ സി സാഹിത്യം, ഓപ്ഷൻ ഡി വിദ്യാഭ്യാസം. ആൻസർ ഓപ്ഷൻ ഡി വിദ്യാഭ്യാസം. വിദ്യാഭ്യാസ മേഖലയിലാണ് പെൻസിൽ അവാർഡ് സമ്മാനിക്കുന്നത്. 11ാമത്തെ ചോദ്യം, എത്ര വിഷയങ്ങളിലാണ് നോബൽ സമ്മാനം നൽകി വരുന്നത്? ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 6, ഓപ്ഷൻ സി 7, ഓപ്ഷൻ ഡി 8. ആൻസർ ഓപ്ഷൻ ബി 6. 12ാമത്തെ ചോദ്യം, അരുന്ധതി റോയ് ബുക്കർ സമ്മാനത്തിന് അർഹമായ വർഷം? ഓപ്ഷൻ എ 1996, ഓപ്ഷൻ ബി 1997. ആൻസർ ഓപ്ഷൻ ബി 1997. 13ാമത്തെ ചോദ്യം,
ശാസ്ത്രത്തെ ജനകീയവൽക്കരിക്കുന്നതിന് നൽകുന്ന സേവനങ്ങളെ അംഗീകരിക്കാൻ യുനെസ്കോ നൽകുന്ന പുരസ്കാരം. ഓപ്ഷൻ എ ഫീനിക്സ് അവാർഡ്, ഓപ്ഷൻ ബി മാവറിക് അവാർഡ്, ഓപ്ഷൻ സി കലിംഗ പ്രൈസ്, ഓപ്ഷൻ ഡി കബീർ സമ്മാൻ. ആൻസർ ഓപ്ഷൻ സി കലിംഗ പ്രൈസ്. അടുത്ത 14ാമത്തെ ചോദ്യം. ഏത് മേഖലയിലാണ് ഫീൽഡ്സ് മെഡൽ നൽകുന്നത്? ഓപ്ഷൻ എ സ്പോർട്സ്, ഓപ്ഷൻ ബി വിദ്യാഭ്യാസം, ഓപ്ഷൻ സി ഗണിതം, ഓപ്ഷൻ ഡി സാഹിത്യം. ഉത്തരം ഓപ്ഷൻ സി ഗണിതം. 15ാമത്തെ ചോദ്യം. ആദ്യത്തെ ഗാന്ധി സമാധാന സമ്മാന ജേതാവ്? ഓപ്ഷൻ എ മദർ തെരേസ, ഓപ്ഷൻ ബി ബാബ ആന്തെ, ഓപ്ഷൻ സി ജൂലിയസ് നെരേരെ, ഓപ്ഷൻ ഡി നെൽസൺ മണ്ടേല. ആൻസർ ഓപ്ഷൻ സി ജൂലിയസ് നെരേരെ. അടുത്ത 16ാമത്തെ ചോദ്യം. ഏത് വിഷയത്തിലെ നോബൽ സമ്മാനമാണ് ആൽഫ്രഡ് നോബൽ ഏർപ്പെടുത്തിയത് അല്ലാത്തത്? ഓപ്ഷൻ എ സാഹിത്യം, ഓപ്ഷൻ ബി സമാധാനം, ഓപ്ഷൻ സി വൈദ്യശാസ്ത്രം, ഓപ്ഷൻ ഡി സാമ്പത്തിക ശാസ്ത്രം. ആൻസർ ഓപ്ഷൻ ഡി സാമ്പത്തിക ശാസ്ത്രം. അടുത്ത 17ാമത്തെ ചോദ്യം. ജ്ഞാനപീഠത്തിന് അർഹനായ ആദ്യ ഹിന്ദി സാഹിത്യകാരൻ? ഓപ്ഷൻ എ അഖിലൻ, ഓപ്ഷൻ ബി ഫിറാഖ് ഗോരഖ്പൂരി, ഓപ്ഷൻ സി ശിവരാജ കാരന്ത്, ഓപ്ഷൻ ഡി സുമിത്രാനന്ദ പാന്ത്. ആൻസർ ഓപ്ഷൻ ഡി സുമിത്രാനന്ദ പാന്ത്. 18ാമത്തെ ചോദ്യം. വേൾഡ് എക്കണോമിക് ഫോറം നൽകുന്ന പുരസ്കാരം? ഓപ്ഷൻ എ ഗോൾഡ്മാൻ പ്രൈസ്, ഓപ്ഷൻ ബി ക്രിസ്റ്റൽ അവാർഡ്, ഓപ്ഷൻ സി ക്രാഫോർഡ് പ്രൈസ്, ഓപ്ഷൻ ഡി കലിംഗ പ്രൈസ്. ഉത്തരം ഓപ്ഷൻ ബി ക്രിസ്റ്റൽ അവാർഡ്. 19ാമത്തെ ചോദ്യം. പ്രഥമ നെഹ്റു ലിറ്ററസി അവാർഡ് നേടിയത്? ഓപ്ഷൻ എ ഇന്ദിരാഗാന്ധി, ഓപ്ഷൻ ബി മേധ പട്കർ, ഓപ്ഷൻ സി മദർ തെരേസ, ഓപ്ഷൻ ഡി വിനോബ ഭാവെ. ഉത്തരം ഓപ്ഷൻ സി മദർ തെരേസ. അടുത്ത അവസാനത്തെ ചോദ്യം. സമാധാന നോബൽ സമ്മാന ജേതാക്കളെ നിയന്ത്രിക്കുന്നത്? ഓപ്ഷൻ എ കരോലിൻസ്ക ഇൻസ്റ്റിറ്റ്യൂട്ട്, ഓപ്ഷൻ ബി സ്വീഡിഷ് അക്കാദമി, ഓപ്ഷൻ സി നോർവീജിയൻ പാർലമെന്റിന്റെ കമ്മിറ്റി, ഓപ്ഷൻ ഡി റിക്സ് ബാങ്ക്. ഉത്തരം നോർവീജിയൻ പാർലമെന്റിന്റെ കമ്മിറ്റി. ഓപ്ഷൻ സി നോർവീജിയൻ പാർലമെന്റിന്റെ കമ്മിറ്റിയാണ് സമാധാന നോബൽ സമ്മാന ജേതാക്കളെ നിർണ്ണയിക്കുന്നത്. ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. താങ്ക് യു.